വാർത്ത സുഡാപ്പികൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. കുംഭമേള എന്ന് കേൾക്കുമ്പോൾ സുഡാപ്പികൾക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണ് കുംഭമേള. ഹിറ്റ് എന്നല്ല, സൂപ്പർ ഹിറ്റാണ്. പാകിസ്ഥാൻ പോലും പിന്നിലെന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എന്താണ് വാസ്തവം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലാണ് കുംഭമേള ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ സുഡാപ്പികൾ കരഞ്ഞ് നിലവിളിക്കണം. ഞാൻ മറ്റ് രാജ്യങ്ങളിലുള്ള നല്ലവരായ ഇസ്ലാം ആളുകളെ അല്ല പറയുന്നത്, കേരളത്തിലെ നല്ലപോലെ ഇരുന്ന് ചൊറിയുന്ന, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കാണുമ്പോൾ നല്ല ചൊറിച്ചിൽ വരുന്ന സുഡാപ്പികളോടാണ്. എന്താ പറയാനുള്ളത്? അല്ല, ഈ സുഡാപ്പികളുടെ ചൊറിച്ചിൽ ഒരു കാലത്തും തീരില്ല എന്നുള്ളതാണ്. അത് ലോകം അവസാനിക്കും വരെ സുഡാപ്പികളുടെ ചൊറിച്ചിലുണ്ടാകും. ലോകം മുഴുവൻ ബോംബ് വെച്ച് പൊട്ടിച്ചാലും ഇന്ത്യയിലെ RSS ആണ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്നവരാണ് ഈ സുഡാപ്പികൾ. RSS ചെയ്ത തീവ്രവാദം എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ പോയി, അതായത് നമ്മുടെ പാഴൂർ പടുപ്പുരയിൽ പോയിട്ട് എന്താണ് ഈ കബഡിയൊക്കെ വെച്ച് നിരത്തി നോക്കേണ്ടി വരും സുഡാപ്പികൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് അവർ നന്നാവില്ല. പക്ഷേ നമ്മുടെ വിഷയം കുംഭമേളയാണ്. കുംഭമേള ഈ സുഡാപ്പികളൊക്കെ ഇങ്ങനെ എന്താണ് ഡീഗ്രേഡ് ചെയ്യുമ്പോഴും അതിനെ അങ്ങേയറ്റം അവഹേളിക്കുമ്പോഴും കേരളത്തിലെ ചാനലുകൾ വരുന്ന വാർത്തകൾക്കടിയിൽ വന്നുകൊണ്ട് പുലഭ്യം പറയുമ്പോഴും ഹിന്ദു സന്യാസിമാരെ, ശിവനെ, അതുപോലെ തന്നെ ഹിന്ദു പൈതൃകത്തെ ഒക്കെ പുലഭ്യം പറയുകയാണ്. ആ പുലഭ്യം പറയുന്നവരിൽ ഭൂരിഭാഗവും ഈ പറയുന്ന സുഡാപ്പികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ കുറച്ച് കമ്മികളും ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ കുംഭമേള ഇന്ന് ലോകത്ത് മൊത്തം ട്രെൻഡിങ് ആയിരിക്കുകയാണ്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വർഷങ്ങളായി കുംഭമേള നടക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രയധികം എന്താണ് വിശാലമായി വന്നത്, വ്യാപകമായി വന്ന 2025 പോലുള്ളൊരു വർഷത്തിൽ ഈ പറയുന്ന പോലെ ഇവിടെ നടക്കുന്ന കുംഭമേള 144 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 144 വർഷങ്ങൾ കൂടുമ്പോഴാണ് മഹാകുംഭം നടക്കുന്നത്. അങ്ങനെ പൂർണ്ണകുംഭമുണ്ട്, അർദ്ധകുംഭമുണ്ട്, അങ്ങനെ പല കുംഭമേളയ്ക്ക് പല വിശേഷണങ്ങളുണ്ട്, പല റോളുകളുണ്ട്. അപ്പോൾ ഇവിടെ മഹാകുംഭമാണ് നടക്കുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി 144 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മഹാകുംഭത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എൻ്റെ ആയുസ് എന്തായാലും അത്ര വരെ ഉണ്ടാവില്ല. എനിക്ക് പങ്കെടുക്കണമെങ്കിൽ ഈ പ്രാവശ്യത്തെ കുംഭമേളയിൽ തന്നെ പങ്കെടുക്കണം. ഇനി അടുത്തൊരു തലമുറയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു തലമുറയ്ക്കോ മാത്രമേ ഈ പറയുന്ന മഹാകുംഭത്തിൽ ഇനി പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. 12 വർഷങ്ങൾ ചേരുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇന്ന് 45 കോടി ജനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യവുമല്ല. അപ്പോൾ ഇന്ന് ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഈ കുംഭമേള ട്രെൻഡിങ് ആയി. അവർ നിരന്തരമായി സൈബർ ലോകത്ത് തിരയുന്നതിൽ 1-ാം സ്ഥാനത്ത് കുംഭമേള എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പല യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ ഈ സുഡാപ്പികൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസമുള്ള, ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലുകൾ വരുന്നത്. അത് പാകിസ്ഥാനുണ്ട്, മലേഷ്യയുണ്ട്, തായ്ലൻഡുണ്ട്, ഖത്തറുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പോലെ ഈ കുംഭമേളയ്ക്ക് അനുകൂലമായി തിരച്ചിലുകൾ വരുന്നത്. എന്താണ് കുംഭമേള? ഇതിൻ്റെ കാരണം എന്താണ്? 45 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശമാണ് 45 കോടി, 50 കോടിക്ക് മുകളിൽ പോകുമെന്നും 85 കോടി വരെ ഉണ്ടായേക്കാമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്? ലോകത്ത് ഇത്തരത്തിൽ 45 കോടി ജനങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്. അതിനെ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായി പഠിക്കാൻ വേണ്ടി ഈ പറയുന്ന ഓക്സ്ഫോർഡിൽ നിന്നും സ്റ്റാൻഫോർഡിൽ നിന്നുമൊക്കെയുള്ള സർവകലാശാലകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുമൊക്കെ ആളുകൾ, ഗവേഷകർ വരെ, ഏകദേശം എനിക്ക് തോന്നുന്നു 20ഓളം പ്രധാനപ്പെട്ട ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഗവേഷകരെ സ്ഥാപനങ്ങൾ അയച്ചിട്ടുണ്ട് കുംഭമേള എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് കുംഭമേളയ്ക്ക്. അപ്പം ഈ ആളുകളെല്ലാം തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുകയും ഇതിലെ സ്പിരിച്വൽ വശങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ കമല എന്ന പേര് സ്വീകരിച്ചു. കമല എന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. കമല എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുത്തു. കുംഭമേളയുടെ ഒപ്പം അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തമന്ന ഭാട്ടിയയുടെ ഒരു ആരതി ഒഴിയുന്ന ചിത്രം, വീഡിയോ ഒക്കെ വളരെ ഈ പറയുന്ന പോലെ വൈറലായിരുന്നു. അപ്പോൾ അതുപോലെ ഈ
ടെക് ലോകത്തുള്ള അതുപോലെ തന്നെ ഈ ലോകത്തെ ഭരിക്കുന്ന ഭീമന്മാരൊക്കെ തന്നെ ഈ കുംഭമേളയിലേക്ക് എത്തുകയും കുംഭമേളയെ കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും സനാതന ധർമ്മത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പുറമേ കാണുമ്പോൾ എന്താ ആളുകൾ പറയുന്നത് കുറേ സന്യാസിമാരും കുറേ ആളുകളുമൊക്കെ നഗ്നരായിട്ട് നടക്കുന്നു, എന്താണ് ഇവർക്ക് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, അതിൽ നഗ്നരായി നടക്കുന്ന ആളുകൾ ഒരു വിഭാഗം സന്യാസിമാർ മാത്രമാണ്, ബാക്കിയുള്ള ആളുകൾ നഗ്നരായി നടക്കുന്നില്ല. ഇനി ഈ ദിഗംബര സന്യാസിമാരെന്ന് പറയുന്ന ജൈന സന്യാസിമാരും അതുപോലെ തന്നെ ഈ പിന്നെ ഒരു പ്രധാനപ്പെട്ട പല സന്യാസി വിഭാഗങ്ങളിലുള്ള ദിഗംബരന്മാർ, ആ ദിഗംബരന്മാർക്കാണ് അവരാണ് ഈ നഗ്നരായി നടക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികതയോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് വസ്ത്രം എന്നതാണ് ചോദ്യം. അവർ പരബ്രഹ്മമായ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്, അല്ലാതെ ഒരാളുടെ കാര്യത്തിൽ പോലും അഭിപ്രായം പറയാൻ അവർ വരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പല സുഡാപ്പികളും ഇങ്ങനെ മറിച്ച് ട്രോളുമ്പോൾ അതിനെതിരെ വന്ന ട്രോൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ ഇത്തരം ദിഗംബര സന്യാസിമാരുടെ മുമ്പിൽ പോയി കുമ്പിടുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് തിരികെ ട്രോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇത്തരം സന്യാസിമാരുടെ അടുത്ത് പോയി കുമ്പിടുന്ന ഫോട്ടോ എടുത്ത് ഇവർ അലക്കുമ്പോൾ നേരെ തിരിച്ച് ഇവർക്കും മറുപടി എന്നോണം കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അവരുടെ നഗ്നതയിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുമല്ലോ, പല പുരോഗമന ആളുകളും പറയും, നിങ്ങൾ എന്തിനാണ് സ്ത്രീകളുടെ നഗ്നതയിലേക്ക് നോക്കുന്നത് എന്ന് ചോദിക്കുന്ന അതേ ആളുകൾ തന്നെ അപ്പുറത്ത് ഈ എല്ലാ അവകാശങ്ങളോടും കൂടി ഭരണഘടന കൊടുത്ത അവകാശങ്ങളോടുകൂടി സന്യാസത്തിന് പോകുന്ന ആൾക്കാരുടെ നേർക്ക് എന്താ പറയുന്നത്? അവർ നഗ്നരായിട്ട് നടക്കുന്നു. നിങ്ങൾ എന്തിനാണ് അവരുടെ അടുത്തേക്ക് നടക്കുന്നത്? അവരുടെ നോക്കുന്നത് എന്തിനാ? അവരവരുടെ ഭാഗത്തേക്ക് പോയിക്കോട്ടെ, പ്രശ്നമില്ലല്ലോ, അവർക്ക് ആ അധികാരം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പറ്റൂല എന്നുള്ളത്. വെറുതെ ഇടാം, നമുക്ക് കണ്ണ് വരെ മൂടി, കണ്ണ് മാത്രമേ പുറത്ത് കാണിക്കാവൂ, കയ്യും ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം കയ്യും മുഖവും അതൊക്കെ ഞങ്ങളുടെ നിയമവും ഞങ്ങളുടെ നിയമം അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പെൺകുട്ടികൾ ആരും സ്റ്റേജിൽ പോലും കയറാൻ പാടില്ല, അടുക്കളയിൽ നിന്നോ കിടക്കുന്ന റൂമിൽ നിന്നോ പുറത്തു വരാൻ പാടില്ല. ഇതൊക്കെ ഞങ്ങളുടെ നിയമം അനുസരിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും തലയിടാൻ നിങ്ങളാരും വരണ്ട. മക്കയിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് എനിക്ക് തോന്നുന്നു തീർത്ഥാടനത്തിനായി പോകുന്നത്. അതിൽ കൈകടത്താനോ അതിൽ ഒരു സംസാരം നടത്താനോ നിങ്ങളാരും വരണ്ട. അതിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സർക്കാരാണ് ആ ചിലവുകളൊക്കെ വഹിച്ചിരുന്നത്, സബ്സിഡി ആയി ചിലവുകളൊക്കെ വഹിച്ചിരുന്നത്. അത് പിന്നീട് നിർത്തലാക്കി എന്നൊക്കെ കഴിഞ്ഞ ദിവസം പാർത്താൻ തന്നെയാണ് അറിവ് എനിക്ക് പകർന്നു തന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഹജ്ജ് സബ്സിഡി ഒന്നും നിർത്തലാക്കിയിട്ടില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട പല ചിലവുകളും സർക്കാർ വഹിക്കുന്നുണ്ട്, ഇവരും വഹിക്കുന്നുണ്ട്, പോകുന്ന ആളുകളും വഹിക്കുന്നുണ്ട്, സർക്കാരും വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ഇടപെടാൻ വരണ്ട. അക്കാര്യങ്ങളിലൊന്നും സംസാരിക്കാൻ നിങ്ങൾ ആളായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെയുള്ള കുംഭമേളകൾ നടത്തുമ്പോൾ ഞങ്ങൾ അതിൽ തലയിടും. ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും മോശകരമായ കമൻറ്റുകൾ, ഏറ്റവും മോശകരമായ രീതിയിൽ സന്യാസിമാരെ ഞങ്ങൾ പറയും. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. ഇപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോട്ടെ. ഇപ്പോൾ ജനിച്ച് 10-12 വയസ്സായ ആൺകുട്ടികൾ പറയുന്നത് കേൾക്കാം, എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കണം എന്നുള്ളത്. അവർക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. അവർ പോകുന്ന പള്ളിയിലെ അച്ഛനെ കണ്ടിട്ടായിരിക്കും അവർക്ക് സ്നേഹം തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആ പാത പിന്തുടരണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതിലെന്താ തെറ്റെന്താ? ഓരോരുത്തരും അവരുടെ ജാതിയിലും മതത്തിലും അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്താണോ നല്ലത്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതവർ ചെയ്യട്ടെ. അതിൻ്റെ പുറകിൽ പോയിട്ട് എന്തിനാണ് മോശം രീതിയിൽ അവർക്ക് ഡ്രസ്സില്ല, അവർക്ക് തുണിയില്ല, കോണകം വാങ്ങാൻ പോലും പൈസ ഇല്ലേ, നീയൊക്കെ പോകുന്നിടത്ത് ഷഡ്ഡി പോലും ഇല്ലേ, എന്തിനാണ് ഇത്രയും മോശകരമായ രീതിയിൽ? ഈ സന്യാസിമാരൊന്നും ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല. ഒരു സന്യാസിമാരും ആരെയും കൂട്ടബലാത്സംഗം ചെയ്തെന്നൊന്നും നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. അവരുടേതായ രീതിയിൽ അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിത രീതി, ആ രീതിയിൽ അവരുടെ സ്വതന്ത്രരായി ജീവിക്കുന്നവരാണ്. അതിനിടയിൽ നമ്മൾ എന്തിനാ കയറി ഇത്രയും എന്താ പറയുക കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് സന്തോഷം, എന്ത് മനസമാധാനമാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അല്ല, ഇവർക്ക് ഉണ്ടാകുന്ന മനസമാധാനം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലുള്ള വർഗീയ വിഷത്തെ അല്പമെങ്കിലും എന്താണ് ആ ഒരു എനർജി പുറത്തു വരുമല്ലോ, ആ ഫ്രസ്ട്രേഷനെ ശമിപ്പിക്കാനുള്ള ഏക മാർഗ്ഗമാണ് ഇത്തരം ചൊറി കമൻറ്റുകളും കാര്യങ്ങളും. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പുരോഹിതൻ, ഒരു ഇസ്ലാമിക പുരോഹിതൻ പറഞ്ഞത്, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് 6-ാമത്തെ വയസ്സിൽ
ഈ പറയുന്ന പിന്നെ ആയിഷയെ വിവാഹം കഴിച്ചു, എന്നിട്ട് 10 വയസ്സ് വരെ അദ്ദേഹം കാത്തിരുന്നു, എന്താ നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ പ്രവാചകൻ കാത്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൈയടിച്ച ആളുകളാണ് ആര്, ഈ പറയുന്ന സുഡാപ്പികൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പോലും പറയുന്നത് വേറെ രീതിയിലാണ്, അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയെന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല. 6-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 10 വയസ്സ് വരെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾക്ക് കാത്തിരുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് ഇവർ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായമല്ല. ഒറ്റപ്പെടാതിരിക്കാൻ പ്രവാചകൻ ആയിഷയെ സംരക്ഷിച്ചതാണ് വിവാഹത്തിലൂടെ, ആയിഷയുടെ അച്ഛന്റെ നിർബന്ധപ്രകാരം. അല്ലാതെ പ്രവാചകന് എന്താ പറയാ മറ്റുദ്ദേശങ്ങളോട് ഒന്നും അല്ല എന്നുള്ളത് നിരന്തരം വാർത്തകളിൽ നമ്മൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് അവര് തന്നെ അവരുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരുടെ കുട്ടികളെ വരെ ഈ പറയുന്ന പല കാര്യം, ഇപ്പം ചില കർമ്മവും സുന്നത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും വരുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, അവർക്ക് അവകാശമോ അധികാരങ്ങളോ ഇല്ലെന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ ഈ പറയുന്ന മദ്രസയിൽ ഇഷ്ടംപോലെ പിന്നെ പീഡനങ്ങൾ നടക്കുമ്പോൾ അവരുടെ കുട്ടികളെ തന്നെയാണ്, അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ, നമ്മളെന്ന് വിളിക്കുമ്പോൾ അവരെന്ന് വിളിക്കുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന കുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങൾക്കൊക്കെ പോയിട്ട് വല്ല പ്രതിഷേധവും നടത്താതെ ഇവിടെയുള്ള ഈ മഹാസംഗമത്തെയും പിന്നെ ഹൈന്ദവീയമായ പാരമ്പര്യത്തെയും ഒക്കെ അവഹേളിക്കാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ തിരിച്ചടി വരുമ്പോൾ കിടന്ന് മൂങ്ങിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കുംഭമേള ട്രെൻഡിങ് ആയിരിക്കുകയാണ്. കുംഭമേള ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ആ വിശാലതയെ, പവിത്രതയെ, അതിൻ്റെ ഐതിഹ്യത്തെയൊക്കെ ആളുകൾ തിരഞ്ഞു പോകുന്നു. കൂടുതൽ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യപ്പോലുള്ള ആളുകളൊക്കെ സനാതന ധർമ്മത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ത്യ വളരുകയാണ്, ഒപ്പം സനാതനവും.